ഹായ്. രാവിലെ 6 മണി ആയിട്ടേയുള്ളൂ കേട്ടോ. എഴുന്നേറ്റ് പല്ല് തേച്ച് അങ്ങനെ ഇങ്ങോട്ട് ഇറങ്ങിയിരിക്കുകയാണ്. നാളെ വിഷുവല്ലേ, പച്ചക്കറി വാങ്ങാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ഏട്ടനത് ആ കടയിൽ പോയിട്ടുണ്ട് കേട്ടോ. ഏട്ടനോട് പച്ചക്കറി വാങ്ങിക്കോന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഞാനിവിടെ നിന്നിട്ട് കിട്ടിയ ചാൻസിന് വീഡിയോ എടുത്തുകൊണ്ടിരിക്കുക. അവിടെ നിന്ന് നോക്കുന്നുണ്ട് കേട്ടോ ഞാൻ പച്ചക്കറി വാങ്ങാൻ കയറിയിരുന്നു എന്നുള്ളത്. കുറച്ചെടുത്തപ്പോഴേക്കും ഏട്ടൻ വന്നപ്പോൾ പിന്നെ ഏട്ടനെല്ലാം എല്ലാം എടുത്തു. ഏട്ടൻ മനസ്സിലായിട്ടുണ്ട് കേട്ടോ, രാവിലെ ഞാൻ പിന്നാലെ കൂടിയുന്നത് വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്നുള്ളത്. പിന്നെ ഏട്ടൻ തന്നെ എല്ലാം എടുത്തു. കണ്ണന് കണി വയ്ക്കാനുള്ള സാധനങ്ങളാട്ടോ നമ്മൾ അധികം വാങ്ങിയേ. പച്ചക്കറി അത്യാവശ്യം വേണ്ടത് മാത്രമേ വാങ്ങിയുള്ളൂ. പിന്നെ കണ്ണനാണ് ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ വാങ്ങിയത്. അതിലൊരു മത്തങ്ങ കൂടുതലുണ്ടായിരുന്നു കേട്ടോ. അതെടുത്തിട്ട് തൽക്കാലം ഇന്നൊരു എലിശ്ശേരി പോലെ വെക്കാമെന്നുള്ള പ്ലാനാണ്. അതിന് വേണ്ടിയിട്ട് നുറുക്കെടുത്താട്ടോ. രാവിലെ ചായയൊക്കെ കൊടുത്ത് ചായ കഴിച്ച് ഏട്ടൻ ജോലിക്ക് പോയി കേട്ടോ. ഇനിയിപ്പോൾ എനിക്ക് സാവകാശം ചെയ്താൽ മതി. ഈ വർഷം നമ്മൾ രാവിലെ തന്നെ പച്ചക്കറി വാങ്ങാൻ ഇറങ്ങി കേട്ടോ. കാരണം എന്താണെന്നറിയോ, കഴിഞ്ഞ വർഷം തന്നെ ഇതേപോലെ രാവിലെ ഏട്ടൻ ജോലിക്ക് പോയി. പിന്നെ വന്നപ്പോൾ വൈകുന്നേരം 8-8:30 മണി 8:30 ആയി. ആ 8:30 നമ്മൾ പച്ചക്കറി വാങ്ങാൻ ഇറങ്ങിയപ്പോൾ ഒന്നും കിട്ടിയില്ല കേട്ടോ. കുറച്ച് തെരുവ് സാധനങ്ങൾ മാത്രം കിട്ടി. കൊന്നപ്പൂവ് അടക്കം കിട്ടിയില്ല. കൊന്നപ്പൂവ് അത് വാടി കരിഞ്ഞ് കുറച്ച് 2 ഇതൾ കിട്ടിയെന്ന് തന്നെ ഉള്ളൂ. ഇപ്പോൾ കുറേ പണികൾ ഒരുക്കി വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ രാവിലെ വിഷു അല്ലേ. വിഷുവായിട്ട് അധികം പണിയൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം വെച്ചുണ്ടാക്കേണ്ട കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതി. ഇന്നിപ്പോൾ നാരങ്ങയും പുളിയിഞ്ചിയൊക്കെ തന്നെ ഉണ്ടാക്കി വയ്ക്കാം. പിന്നെ നാളേക്ക് കണ്ണന് ഉണ്ണിയപ്പം ഉണ്ടാക്കണം കേട്ടോ. അതിൻ്റെ മാവ് അരച്ച് വെച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഇത് കഴിഞ്ഞിട്ട് എന്തെങ്കിലും ഭക്ഷണം തൽക്കാലം ഉണ്ടാക്കിയിട്ട് വേണം കണ്ണനുള്ള മാവ് അരച്ച് വയ്ക്കാൻ, ഉണ്ണിയപ്പത്തിനുള്ള മാവ് അരച്ച് വയ്ക്കാൻ. തൽക്കാലം ഇതൊരു എലിശ്ശേരി പോലെ തട്ടിക്കൂട്ടി ഉണ്ടാക്കാൻ വിചാരിച്ചിട്ടാട്ടോ ഒന്ന്. പിന്നെ നമ്മളെന്തെങ്കിലും വിശേഷ ദിവസങ്ങളിലൊന്നും പുറത്ത് പോയി കഴിക്കാമല്ലോ കേട്ടോ. നമ്മൾ വീട്ടിൽ തന്നെ എന്തെങ്കിലുമൊക്കെ തട്ടിക്കൂട്ടി വെച്ചുണ്ടാക്കുക. അതാണ് എനിക്കിഷ്ടം. കാരണം നമ്മളെന്താണോ കഴിക്കണത് അതിൽ നിന്നൊരു പങ്ക് കണ്ണനും കൊടുക്കും. അപ്പോൾ ഇനി നാളത്തെ വിശേഷമായിട്ട് നാളെ വരാം കേട്ടോ. അപ്പോൾ എല്ലാവർക്കും അഡ്വാൻസ് ഹാപ്പി വിഷു.